വിശ്വാസം അതല്ലേ അല്ല. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ അടുക്കൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 10-14 കൊല്ലമായി ഒരു ഫീൽഡിൽ. ഈ 14 കൊല്ലം ഞാൻ ബിൽഡർ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്തു. ആൻഡ് ഐ ഹവ് ബീൻ വർക്കിംഗ് ആസ് എ കൺസൾട്ടൻറ്റ് ഫോർ അബൌട്ട് ലാസ്റ്റ് 2 years. ഇപ്പോഴൊക്കെ നമ്മുടെ അടുക്കൽ വരുമ്പം ഈ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളൊരു ചോദ്യം പരസ്യമായിട്ടും രഹസ്യമായിട്ടും ആൾക്കാർ ചോദിച്ചിട്ടുള്ള പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. കാരണം ഞാൻ സ്കൈലൈനിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ സ്കൈലൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. എനിക്ക് അന്ന് തിരുവല്ലയില പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ഒരു 2 monthsലേക്ക് മിക്കതും അവരൊരു സോഫ്റ്റ് ലോഞ്ച് ഓഫേഴ്സ് അല്ലെങ്കിൽ ഒരു ഏർലി ബേർഡ് ഓഫേഴ്സൊക്കെ എല്ലാ ബിൽഡേഴ്സും കൊടുക്കും. അപ്പോൾ നമ്മൾ നോർമലി നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അതിൻ്റെ സറൗണ്ടിങ്സിലും നെയ്ബർഹുഡ്സിലും ഒക്കെ നമ്മളൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള ലെവലിൽ കുറച്ച് പേരെയൊക്കെ കാണും. അപ്പോൾ ആ ടൈമിൽ ഒരു മിലിറ്ററി മാൻ, ആളുടെ പേര് ഞാൻ സൂചിപ്പിക്കുന്നില്ല, ഞാനിപ്പം ആളെ സുരേന്ദ്രൻ എന്ന് പറയാം. അപ്പോൾ ഈ സുരേന്ദ്രൻ സാറ് വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചു. അപ്പം വളരെ കാര്യമായിട്ട് ആളുടെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ആൾ ഒരു ചില ഗൗരവത്തിലൊക്കെ ആയിരുന്നു, ചില ഏജ്ഡാണ്. അപ്പം എന്നൊക്കെ പറഞ്ഞില്ല, നീ ഞങ്ങളെ പറ്റിക്കാൻ വന്നേക്ക്, ഇത് ഇത്രയൊന്നും വിലയൊന്നുമില്ല, ഇത് ഞങ്ങളറിയാൻ പറ്റുന്ന സ്ഥലമാണ്, ഞങ്ങളുടെ മുന്നിൽ കിടക്കുന്നതല്ലേ, പുള്ളി ഞാൻ എത്ര വട്ടം ഞങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പം വോട്ട് ഹാപ്പൻ വാസ് ഞാൻ ഇട്ടു. എന്തായാലും പിന്നീട് ഈ എൻക്വയറി ഒരിക്കൽ കൂടെ വന്നു. കാരണം അത് ഈ ഏർലി ബേർഡ് ഓഫേഴ്സൊക്കെ കഴിഞ്ഞു, അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ സെയിൽസ് നോർമലി സ്റ്റാർട്ട് ചെയ്തു, കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഒക്കെ വന്നപ്പോഴത്തേക്ക് എൻക്വയറി ഡയറക്റ്റ്ലി ഇറ്റ് കെയിം ഇൻ അവർ സൈറ്റ്. അപ്പം സ്കൈലൈൻ്റെ ഒഫീഷ്യൽ എൻക്വയറി ആയിട്ട് വന്നു. ഞാൻ വെൻ ഐ ഗോട്ട് ദിസ് നമ്പർ, ഞാൻ സത്യം പറയാം ഇത്രയും പരിചയമുള്ള ആളാണല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ ഓടിയ ആളുടെ അടുക്കലേക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം എഗെയിൻ 4,800 നിന്ന് 5,250. ആളന്നേരം തന്നെ, നീ എങ്ങനെ ഇത്ര റേറ്റ് കൂട്ടിയത്, നീ അന്ന് 4,500 പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ സാറിനൊക്കെ പറയാം, ഇറ്റ് വാസ് ആൻ ഏർലി ബേർഡ് ഓഫർ, മാത്രമല്ല നല്ല അവൈലബിലിറ്റി ഉണ്ട്, സാറിന് ഏത് ഫ്ലോർ വേണേൽ ചൂസ് ചെയ്യാം. നോ വീണ്ടും നിങ്ങൾ അന്നേ ഞാൻ പറഞ്ഞതാ, ബിക്കോസ് യു പീപ്പിൾ നിങ്ങളൊരിക്കലും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം സാറിൻ്റെ വൈഫും എടുത്തുണ്ട്, പുള്ളിക്കാരത്തേക്കും നമ്മളെ വിശ്വസിക്കണോ വേണ്ട എന്നുള്ളൊരു സംശയത്തിലൊക്കെ ഭയങ്കര ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ, കാര്യം നടന്നില്ല. അങ്ങനെ അതിൻ്റെ ഒരു തേർഡ് ടൈം അബൌട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞ് ഈ പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മെഷീനറിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അന്നേരം ശരിക്കും അവർക്ക് റിക്വയർമെൻ്റ് ഉണ്ട് എന്നുള്ള ലെവലിൽ തന്നെ എനിക്ക് കോൾ വന്നു. പക്ഷെ ഞാനന്ന് അവിടെ ചെന്ന് പറയുന്ന റേറ്റ് 5,900 ആണ്. കാരണം പ്രോജക്റ്റിന് അത്ര അപ്രീസിയേഷൻ ഉണ്ട്. അതിൻ്റെ കൂടുതൽ സംഭവിച്ച ഒരു രസകരമായ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ നോക്കുമ്പോൾ ആദ്യമൊക്കെ നോക്കുമ്പോൾ നല്ല അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. രണ്ടാമത് നോക്കുമ്പോൾ പോലും അത്യാവശ്യം ഇത്ര ഏജ്ഡായവർക്ക് ലോവർ ഫ്ലോസിലൊക്കെ അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ചെല്ലുമ്പം എൻ്റെ ഒരു 15 floor അബോവ് 2 യൂണിറ്റ് മാത്രമുണ്ട്. 2 bedroom ഉണ്ട്, ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് 15 floorൻ്റെ മുകളിലാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 5,900 ഒക്കെ പറയുമ്പോഴത്തേക്ക്, പക്ഷെ ഒരു കാര്യമായി, അവർ കുറച്ചൊക്കെ റിയലൈസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു അവർ കുറച്ചൊക്കെ റിസർച്ച് ചെയ്യുന്നതൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ എന്താ പറയേണ്ടത്, എന്തായാലും എടാ നീ എന്നൊക്കെ ഉള്ളതൊക്കെ മാറി ജയശങ്കരേതായി. അന്നും കാര്യം നടന്നില്ല. ഫൈനലി ഏതാണ്ട് പ്രോജക്റ്റ് ഒരു റെഡി ടു ഓക്കുപൈ സ്റ്റേജിലൊക്കെ എത്താൻ നേരത്ത് ഇവരുടെ മകൻ നിർബന്ധം പറഞ്ഞു. കാരണം ഇത്രയും വലിയ പറമ്പിലും, അല്ലെങ്കിൽ കാരണം യു ഷുഡ് ബി കൺവീനിയൻറ്റ് ഇനഫ്, കാരണം നിങ്ങളുടെ സേഫ്റ്റി, ഈ പറഞ്ഞ പോലെ പേരൻസിൻ്റെ സേഫ്റ്റി പുള്ളിക്കാരന് മകന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. കാരണം അവരാരും ഇല്ല, 3 മക്കൾ, അവരാരും നാട്ടിലില്ല. ഇദ്ദേഹം ഈ പറഞ്ഞ മകൻ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ആൾ നിർബന്ധം പറഞ്ഞിട്ട് അവസാനം ഇവരൊരു യൂണിറ്റ് എടുക്കുകയാണ്. പക്ഷേ ഏറ്റവും സംഭവിച്ചതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 bedrooms ഇല്ലായിരുന്നു വന്ന് 3 bedrooms പോകേണ്ടി വന്നു. ലോവർ ഫ്ലോർസ് അവർക്ക് 3 bedroom ആയിട്ട് പോലും കിട്ടിയില്ല. ആൻഡ് അപ്പോൾ അവർ 2 bedroom നോക്കിയിരുന്നതിനേക്കാൾ അറൗണ്ട് ഒരു 400 to 600 square feet മുകളിലുള്ള യൂണിറ്റ് അവർക്ക് എടുക്കേണ്ടി വന്നു. ഓൾ ടുഗദർ ഇവർ ആ പ്രീ ലോഞ്ചിൽ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ സെയിം പ്രോജക്റ്റിൽ ദേ കുഡ് ഹാവ് ഗോട്ട് എന്താ ഒരു ഗെയിൻ, അല്ലെങ്കിൽ അവർക്കൊരു സത്യം പറയാൻ ഒരു മോർ ദാൻ 28 lakh rupees അവർക്ക് സേവ് ചെയ്യാവുന്ന ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പം ഞാൻ പലർക്കും, ഞാൻ മീറ്റ് ചെയ്യുന്ന എല്ലാ ക്ലയൻസും നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരു കൺസേൺ അവർ എവിടെയെങ്കിലും അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസിലൊന്നാണിത്.
ബിക്കോസ് എ മിഡിൽ മെൻ, കാരണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും റെറയൊക്കെ ഉള്ളപ്പം ഒരു മിഡിൽ മെന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ തരവില്ല. കാരണം അയാൾക്ക് ഒരിക്കലും ഒരു മാർജിൻ ഇട്ടിട്ടോ അല്ലെങ്കിൽ തൻ്റെ ഗെയിനിന് വേണ്ടിയിട്ടോ തൻ്റെ സ്വാർത്ഥതയ്ക്കോ സെൽഫിഷ്നസ്സോ വേണ്ടിയിട്ടോ ഒരാളെ അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്ട് ഒരു സെല്ലർ പറയുന്ന പ്രൈസിൽ കയറ്റാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് നിങ്ങൾ വി ഓൾ നോ, കാരണം ആസ് എ മിഡിൽ മാൻ ഓർ ആസ് എ കൺസൾട്ടൻറ്റ് വി ഓൾ നോ ഇറ്റ്സ് എ ബയേഴ്സ് മാർക്കറ്റ്. കാരണം ഒരു ബയറിന് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് ആണ്. സോ യു ആർ സപ്പോസ് ടു എന്താ പറയുക ബിലീവ് ദാറ്റ്.